വൈകുന്നേരങ്ങളിൽ റോഡരികിലൂടെ നടക്കുമ്പോൾ മതിപ്പിക്കുന്ന ഒരു മണം ഇടയ്ക്ക് വരാറുണ്ടല്ലേ. ഈ മൂക്കിലൂടെ കയറി തലയ്ക്ക് പിടിച്ച് മനസ്സിനെയൊക്കെ ഉന്മത്താക്കുന്ന ഒരു മണം, അതാണ് പാലപ്പൂമണം. ഏഴിലും പാല പൂക്കുന്ന സമയം ഏതാണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പാലമരം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് യക്ഷികളും ഗന്ധർവന്മാരും കൂടി കൊള്ളുന്ന ഒരു വലിയ മരമാണ് അല്ലേ. സിനിമയിലാണെങ്കിൽ ആ മരച്ചുവട്ടിൽ നിന്നും ഒരു ക്യാമറ ഇങ്ങനെ പൊങ്ങി വരും, ഒരു ഹൊറർ ബീജിയും ഒക്കെ ഇട്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഈ പാലമരം തന്നെ ഈ പ്രേതങ്ങളെ സഹവസിക്കാനായിട്ട് കാരണം? വേറെ എത്രയോ മരങ്ങളുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ പാലമരം മാത്രമല്ല കേട്ടോ, പനകളിലും ഈ പ്രേതങ്ങൾ സഹവസിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം പണ്ടുള്ളവർ കേട്ടു പറഞ്ഞ അറിവ് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഈ പാലമരങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്ന് കണ്ടറിഞ്ഞാലോ. ഈ പാല എന്ന ഒരു പേരിൽ ഈ വലിയ കൂട്ടുകുടുംബത്തെ ഒതുക്കാനാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമില്ലാത്ത പലതരം പാലകളുണ്ട്. ദന്തപ്പാല, കള്ളിപ്പാല, കുടകപ്പാല, കൂനമ്പാല, ഇഞ്ചിപ്പാല, ചെന്തളിർപ്പാല, തീപ്പാല, അങ്ങനെ അങ്ങനെ നീളുന്നു പേരുകളെല്ലാം. ഇവയിൽ പലതും കുറ്റിച്ചെടികളാണ് കേട്ടോ. എന്നാൽ ഏഴിലും പാല പോലെ കൂട്ടത്തിൽ ഉന്നത ശീർഷം തന്നെയാണ്. അപ്പോൾ സൈനേറ്റി എന്നാണ് ഈ വൃക്ഷ കുടുംബത്തിന്റെ പേരെന്ന് പറയുന്നത്. ശാസ്ത്രീയ നാമം അൽസ്റ്റോണിയ കോളനീസ് എന്നാണ്. ഒറ്റ ശിഖരത്തിൽ 7 ഇലകൾ ഉള്ളത് കൊണ്ടാണ് ഏഴിലും പാല എന്ന് പേര് വന്നത്. ഇലകൾക്ക് നടുവിലായാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നത്. ഈ കുഞ്ഞു മൂക്കുത്തി പോലെ പൂക്കൾ ഈ റോഡരികിൽ ചിതറിക്കിടക്കുന്നത് കാണാം അല്ലേ. അതുപോലെ ഇളം മഞ്ഞയും പച്ചയും കലർന്ന നിറമാണ് ഈ പൂക്കൾക്കുള്ളത്. മരക്കൊമ്പുകളിൽ അത് കുനുകുനി കുലകളായിട്ട് ഇങ്ങനെ നിൽക്കും. തുലാമാസത്തിൽ പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വൃശ്ചികമാകുമ്പോഴേക്ക് സുഗന്ധം പരത്തും അല്ലേ. കുഞ്ഞു പൂവാണെങ്കിലും ഉള്ളിൽ നിറയെ മധുര തേനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തേനീച്ചകളും ശലഭങ്ങളും എപ്പോഴും ഈ സുന്ദരി പൂക്കളുമായിട്ട് കിന്നരിച്ച് കറങ്ങി നടക്കും. അൽസ്റ്റോണിൻ എന്നറിയപ്പെടുന്ന ആൽക്കലോയിഡ് ആണത്രേ ഈ പാലപ്പൂവിന് ഇത്രയധികം സൗരഭ്യമാകുന്നത്. ഏഴിലും പാല പൂത്തു പൂമരങ്ങൾ കുടപിടിച്ചു എന്ന ഗാനത്തെ അനുസ്മരിപ്പിക്കും വിധം പൂക്കുലകളുടെ കുടകൾ ഉയർത്തിയതാണിപ്പോൾ പാലമരങ്ങളുടെ നിൽപ്പ്. ഈ മോഹിപ്പിക്കുന്ന മണമായതുകൊണ്ട് തന്നെ കവിതകളിലും പാട്ടുകളിലും പാലപ്പൂ ഒരു റാണി തന്നെയാണല്ലേ. കാറ്റിൽ എന്തിതു പുതു പാലപ്പൂ സുഗന്ധമോ എന്ന് ഈ വൈലോപ്പിള്ളിയുടെ സഖ്യൻ്റെ മകൻ ശങ്കരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. കാടിൻ്റെ അത്തര കുപ്പികളാണ് ഈ പാലമരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ മിത്തുകളിൽ പാലകൾക്ക് മറ്റൊരു മുഖവും ഉണ്ടല്ലേ. രക്തദാഹികളായ യക്ഷികളുടെയും ഗന്ധർവന്മാരുടെയും താമസ സ്ഥലങ്ങളാണ് ഈ പാലകൾ എന്ന് പേടിക്കഥകൾ പറയുന്നത്. ഐതിഹ്യമാലയിലൊക്കെ ഈ പാല പേടിമരങ്ങളാണല്ലേ. മണം ചൊരിയുന്ന രാവുകളിൽ ആളുകളെ മയക്കി പാലമരത്തിലേക്ക് കൊണ്ടുപോയിട്ട് രക്തമൂറ്റി കുടിച്ച് എല്ലും മുടിയും മാത്രം വലിച്ചെറിയുന്ന രക്തയക്ഷികളുടെ എത്രയെത്ര കഥകൾ നമുക്കറിയാലേ. ആ കഥകൾ കേട്ട തലമുറകൾ ഇന്നില്ലാതായിരിക്കുകയാണ്. പാലയെക്കുറിച്ചുള്ള ഈ ഒരു തെറ്റിദ്ധാരണ നമുക്ക് മാത്രമല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇംഗ്ലീഷിൽ ഈ പാലമരത്തെ ഡെവിൽ ട്രീ എന്നും സെയ്ത്താൻ ട്രീ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഇത്തരം എന്തെങ്കിലും കഥകൾ അവർക്കിടയിൽ കാണും അല്ലേ. നമ്മുടെ ആയുർവേദത്തിൽ പാലയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട് കേട്ടോ. ഇലയും പൂവും തൊലിയും കറയും എല്ലാം തന്നെ ഔഷധ ഗുണങ്ങളുള്ളവയാണ്. ഈ ത്വക്ക് രോഗങ്ങൾ, പനി, ദഹന പ്രശ്നങ്ങൾ, പല്ലുവേദന, രക്തശുദ്ധി എന്നിവയ്ക്കൊക്കെ ആയുർവേദം പാലയെ ഉപയോഗിക്കാറുണ്ട്. യക്ഷിക്കഥകൾക്ക് പുറമെ വേറെയും കെട്ടുകഥകളുടെ മേമ്പൊടികളുണ്ട് കേട്ടോ ഈ പാലയ്ക്ക്. ഈ വിഷമുള്ള ജീവികളെല്ലാം അവയുടെ വിഷം കുറയ്ക്കാനായിട്ട് പാലയിൽ വന്ന് കടിക്കുമത്രേ. എന്നിട്ട് ഈ വിഷം പാലമരം അതിൻ്റെ വേരിലൂടെ അടുത്തുള്ള ജലസ്രോതസ്സുകളിലേക്ക് വിടും. അത് കുളമാവാം, കിണറാവാം. ആ വെള്ളത്തിൽ കുളിച്ചാലോ വെള്ളം കുടിച്ചാലോ വിഷമേൽക്കുമെന്നാണ് പറയുന്നത്. സർപ്പക്കാവുകളിലൊക്കെ ഈ കുളങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇതിനു വേണ്ടിയാണ് എന്നാണ് കാരണവന്മാരൊക്കെ പറയുന്നത്. കിണറിനരികിൽ പാലമരം പാടില്ല എന്ന് പറയുന്നതും ഇതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ശാസ്ത്രീയ അടിസ്ഥാനമൊന്നുമില്ലെങ്കിലും കഥകൾക്ക് പഞ്ഞൊന്നുമില്ല അല്ലേ. പാലയുടെ സുഗന്ധത്തെക്കുറിച്ചുകൊണ്ട് ഒത്തിരി പേടിക്കഥകൾ. നേരത്തെ പറഞ്ഞ വിഷം തന്നെയാണ് ഈ സുഗന്ധമായിട്ട് പ്രസരിക്കുന്നത്. അതുകൊണ്ടാണ് കുറേ നേരം ഈ മണം ശ്വസിച്ചു കഴിഞ്ഞാൽ ബോധം നഷ്ടപ്പെട്ട് വീഴുമെന്ന് പറയുന്നത്. അതിനിടയിൽ കൈകൊണ്ട് മൂക്ക് അമർത്തി പിടിക്കുമെന്നും മുഖം മാന്തി പൊളിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ പാലച്ചുവട്ടിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ യക്ഷിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ടല്ലേ നമ്മളൊക്കെ. ഈ പാലച്ചുവട്ടിൽ ആരെങ്കിലും ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ യക്ഷിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ടല്ലേ. മറിച്ച് ഈ പാലയുടെ ഈ വിഷമേറ്റ് സ്വയം ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പാവം പാല ഇത് വല്ലതും അറിയുന്നുണ്ടോ അല്ലേ. ഈ കാവുകളിൽ സമൃദ്ധമായിരുന്ന ഏഴിനം പാലകൾ കാവുകൾ കുറഞ്ഞതോടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. റോഡരികിൽ ഉണ്ടായിരുന്നവ മിക്കതും പുതിയ ദേശീയപാതയുടെ പണി തുടങ്ങിയതോടെ വെട്ടിക്കളഞ്ഞു. പാലപ്പൂവിന്റെ സുഗന്ധം മെല്ലെ മെല്ലെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.